നമ്മൾ അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന 3 മലയാള സിനിമകളെ ചുറ്റിപ്പറ്റിയുള്ള 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. ചോദ്യം സോഷ്യൽ മീഡിയയിലും കമൻറ്റുകളിൽ കൂടെ കിട്ടിയതാണ്. ചോദ്യം നമ്പർ 1, മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം എത്തുന്ന ചിദംബരത്തിൻ്റെ ബാലൻ സിനിമയ്ക്ക് ചുറ്റുമുള്ള ഹൈപ്പ് ഓവറാണോ? ഇതുവരെ കേട്ട കാര്യങ്ങളും അവിടെ നടത്തിയ ഇൻ്റർവ്യൂ കണ്ടിടത്തോളം ബാലൻ സിനിമ ടീം ഒരു ഓവർ ഹൈപ്പ് സിനിമയ്ക്ക് കൊടുക്കുന്നത് കണ്ടില്ല. നമ്മൾ ഓഡിയൻസിന് എക്സ്പെക്റ്റേഷൻ ആണ് ഹൈപ്പ് കൂടാൻ കാരണം. അതിന് പ്രധാനപ്പെട്ട 3 പോയിന്റിലുണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം ചിദംബരം എന്ത് ചെയ്യും? ഇതായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. ഒരു സർവൈവൽ ത്രില്ലർ എത്രത്തോളം റിയലിസ്റ്റിക് ആയും ഇമോഷണലായി നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം മഞ്ഞുമ്മൽ ബോയ്സിലൂടെ തെളിയിച്ചു തന്നാണ്. അതുപോലെ ബാലനിലേക്ക് വരുമ്പോൾ ആ ഡ്രീം ടീമിനെ തന്നെയാണ് ചിദംബരം ഈ സിനിമയിൽ നിലനിർത്തിയിരിക്കുന്നത്. അതായത് ഷൈജു ഖാലിദിന്റെ ക്യാമറ, സുഷിൻ ശ്യാമിന്റെ സംഗീതം, വിവേക് ഹർഷന്റെ എഡിറ്റിംഗ്, ഈ ടീം വീണ്ടും ഒന്നിക്കുമ്പോൾ ആ ടെക്നിക്കൽ ക്വാളിറ്റി എന്തായാലും നമുക്ക് ഉറപ്പിക്കാം. കൂടാതെ റിയലിസത്തിൽ നിന്നുകൊണ്ട് ഒരു ഗംഭീര സിനിമാറ്റിക് അനുഭവം തരാനുള്ള ചിദംബരത്തിന്റെ ആ കഴിവ് തന്നെയാണ് ബാലന്റെ ഏറ്റവും വലിയ എക്സ് ഫാക്ടർ. രണ്ടാമത്തെ പോയിന്റ്, ഒരു മികച്ച സംവിധായകന് നല്ലൊരു തിരക്കഥ കൂടി കിട്ടിയാലോ. ബാലന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, രോമാഞ്ചത്തിലൂടെയും ആവേശത്തിലൂടെയും മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥലം കണ്ടെത്തിയ ഇടം കണ്ടെത്തിയ ജിത്തു മാധവനാണ്. കോമഡിയും ഇമോഷൻസും ഒരേപോലെ മിക്സ് ചെയ്യുന്ന ജിത്തുവിൻ്റെ എഴുത്ത് ഈ സിനിമയ്ക്ക് നൽകുന്ന പവർ ചെറുതായിരിക്കില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രിയദർശനെ പോലുള്ള ഒരു ലെജൻഡ് കഴിഞ്ഞ 2 വർഷത്തിനിടെ ഞാൻ കണ്ട ഏറ്റവും മികച്ച സിനിമ എന്ന് ബാലനെ കുറിച്ച് പറഞ്ഞ കുറച്ച് ഇൻ്റർവ്യൂകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അദ്ദേഹം എടുത്തു പറഞ്ഞ സിനിമയുടെ തിരക്കഥയെക്കുറിച്ചായിരുന്നു ഇതും കേൾക്കുന്നു. 2 വ്യത്യസ്ത ശൈലികളുള്ള ചിദംബരവും ജിത്തു മാധവനും ഒന്നിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും സിനിമയുടെ ഹൈപ്പ് കുറച്ച് കൂടും. മൂന്നാമത്തെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘടകം ഈ സിനിമയുടെ കഥയും അത് പറയാൻ തിരഞ്ഞെടുത്ത രീതിയുമാണ്. ട്രെയിലർ സൂചിപ്പിക്കുന്ന പോലെ ഒരു അമ്മയുടെയും മകൻ്റെയും അതിജീവനത്തിൻ്റെ ഒരു വൈകാരികമായ കഥയാണ് ബാലൻ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. ഈ കഥ പറയാൻ ചിദംബരം ആശ്രയിച്ചിരിക്കുന്ന പുതുമുഖങ്ങളെയാണ്. പ്രഡിക്റ്റബിലിറ്റി പൂർണ്ണമായി ഒഴിവാക്കാനാണ് ഈ കാസ്റ്റിംഗ് എന്നാണ് സിനിമാ ലോകത്തെ സംസാരം. ഏകദേശം 2000-ഓളം ആളുകളെ ഓഡിഷൻ ചെയ്താണ് പ്രധാന കഥാപാത്രങ്ങളെ കണ്ടെത്തിയെന്നാണ് ചിദംബരം പല ഇൻ്റർവ്യൂകളും പറയുന്നത് കേട്ടത്. ഈ ഒരു തീരുമാനം സിനിമയ്ക്ക് നൽകുന്ന ഒരു ഫ്രഷ്നസ് വളരെ വലുതാണ്. ഇതിനൊപ്പം പ്രിയദർശനെയും രാം ഗോപാൽ വർമ്മയും പോലുള്ള സംവിധായകരുടെ പ്രശംസ കൂടി വരുമ്പോൾ കേൾക്കുമ്പോൾ ബാലൻ ഒരു സാധാരണ സിനിമയായിരിക്കില്ല, മറിച്ച് ഗംഭീര അനുഭവമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഗംഭീര സംവിധായകൻ, കിടിലൻ തിരക്കഥാകൃത്ത്, പിന്നെ കഥ പറയാൻ എടുത്തിരിക്കുന്ന വ്യത്യസ്തമായ ഈ വഴി, ഈ 3 കാര്യങ്ങൾ മാത്രം മതി ബാലൻ എന്ന സിനിമയ്ക്ക് നാച്ചുറലി ഉണ്ടാക്കുന്ന ഹൈപ്പ് വരാൻ കാരണം. തിയേറ്ററുകളിൽ സിനിമ ഈ ആഴ്ച, അതായത് ജൂൺ 19-നാണ് റിലീസ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ചിന്ന ചിന്ന ആസൈ ഈ വർഷത്തെ ഫീൽ ഗുഡ് സിനിമ ആകുമോ? സിനിമയുടെ പേര് കേൾക്കുമ്പോഴേ റോജ സിനിമയിലെ പാട്ടാണ് നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. 90കളിലെ പ്രിയപ്പെട്ട നായിക മധുബാലയും ഇന്ദ്രൻസിനെ ഒരുമിച്ച് സ്ക്രീനിൽ കാണാനുള്ള അവസരമാണ് ഈ സിനിമ തരുന്നത്. നവാഗതയായ വർഷ വാസുദേവ് സംവിധാനം ചെയ്യുന്ന ചിന്ന ചിന്ന ആസ എന്ന സിനിമ പല കാരണം കൊണ്ടാണ് പ്രതീക്ഷ നൽകുന്നത്. ചിത്രത്തിൻ്റെ പേര് മാത്രമല്ല, ദുൽഖർ സൽമാൻ്റെ വെയ്ഫറർ ഫിലിംസാണ് ഈ ചിത്രം കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത്. അതൊരു കൗതുകം നടത്തുന്ന കാര്യമാണ്. കാരണം ഇതിന് മുന്നേ ഫെമിനിച്ചി ഫാത്തിമയൊക്കെ ദുൽഖർ ആണ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരുന്നത്. പ്രധാനമായും വാരാണസി ചിത്രീകരിച്ചിരിക്കുന്ന ഈ സിനിമ വഴിയിൽ കണ്ടുമുട്ടുന്ന 2 അപരിചിതരുടെ സൗഹൃദത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഈ സിനിമ ഒരു മികച്ച അനുഭവമാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ആദ്യത്തെ നമ്മൾ പറഞ്ഞ ഈ കാസ്റ്റിംഗ് തന്നെയാണ്. അതായത് ഓരോ കഥാപാത്രത്തിലൂടെയും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് ഇന്ദ്രൻസ്. ഏറ്റവും അവസാനം പറഞ്ഞ സൂര്യയുടെ ചിത്രം കറുപ്പ് വരെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഗംഭീര പ്രകടനം. അദ്ദേഹത്തോടൊപ്പം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മധുബാല ഒരു പ്രധാന കഥാപാത്രമായി മലയാളത്തിലേക്ക് എത്തുമ്പോൾ ആ ജോഡി നൽകുന്ന പുതുമ വളരെ വലുതാണ്. പുറത്തിറങ്ങിയ ട്രെയിലറും പാട്ടുകളും എല്ലാം ഇത് ഇവിടെ സ്വാഭാവിക അഭിനയ മുഹൂർത്തം വെച്ചുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഇടയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഘടകം സംഗീതമാണ്. ഗോവിന്ദ് വസന്തയാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ സിനിമയുടെ ആത്മാവിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുമെന്ന് നമുക്കറിയാം. പുറത്തിറങ്ങിയ കരകവിയാതെ പോലുള്ള ഗാനങ്ങൾ ഇതിനകം തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. വാരണസിയുടെ ദൃശ്യഭംഗി കൂടി ചേരുമ്പോൾ ചിന്ന ചിന്ന ആസയെ കാഴ്ചയിലും കേൾവിയിലും മനോഹരമായ ഒരു അനുഭവമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. സംവിധായിക വർഷ വാസുദേവൻ്റെ മുമ്പ് ശ്രദ്ധ നേടിയ എൻ്റെ നാരായണിക്ക് എന്ന ഹ്രസ്വചിത്രം കണ്ടവർക്ക് അവരുടെ കഥ പറയാനുള്ള കഴിവിലൊരു പ്രതീക്ഷയുണ്ട്. ചുരുക്കത്തിൽ മികച്ച അഭിനേതാക്കൾ, ഹൃദയസ്പർശിയ സംഗീതം, വാരണസിയിലെ മനോഹരമായ പശ്ചാത്തലമൊക്കെ ചിന്ന ചിന്ന ആസയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു. ചിത്രം ജൂൺ 19-ന് തിയേറ്ററിൽ റിലീസ് ചെയ്യും. മൂന്നാമത്തെ ചോദ്യം, അനന്തൻ കാട് ഹിറ്റായാൽ ആര്യയ്ക്ക് മലയാളത്തിൽ സ്ഥിര സ്ഥാനം ലഭിക്കുമോ? ജൂൺ 25-ന് റിലീസിനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന അനന്തൻ കാട് ഒരു ചെറിയ സിനിമയല്ല. മലയാളത്തിനും തമിഴിലുമായി ഒരേ സമയം റിലീസ്, കൂടെ ഒരു വലിയ താരനിരയിൽ ഇതൊരു വമ്പൻ പ്രൊജക്ട് തന്നെയാണ്. പോരാത്തതിന് ടിയാൻ ടീമായ GN കൃഷ്ണകുമാറും മുരളി ഗോപിയും വീണ്ടും ഒന്നിക്കുന്നു. കൂടെ കാന്താരയോടെ ഞെട്ടിച്ച അജനീഷ് ലോകനാഥിൻ്റെ മറ്റൊരു മലയാളം പടം. ടീസർ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ച ഒരു പക്ക ആക്ഷൻ ത്രില്ലറായിരിക്കുന്ന. ഇന്നലെ ട്രെയിലർ വന്നിരുന്നു, അതിനകത്തും ഇതേപോലെ തന്നെ ഗംഭീര മുഹൂർത്തങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഈ സിനിമ ഹിറ്റായാൽ ആര്യയ്ക്ക് അതുകൊണ്ട് എന്ത് ഗുണം? നമ്മൾ ആര്യയെ മുമ്പ് ഉറുമിയിലും ഡബിൾ ബാരലിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു മാസ് റോളിൽ, ഒരു കംപ്ലീറ്റ് മാസ് റോളിൽ മലയാളത്തേക്കുള്ള അദ്ദേഹത്തിന് തിരിച്ചുവരവായിരിക്കും ഈ സിനിമ എന്ന് കരുതുന്നു. അനന്തൻകാട് സിനിമയിൽ ആര്യയുടെ കഥാപാത്രം തമിഴാണ് സംസാരിക്കുന്നത്. അതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം കുറച്ചുകൂടി എളുപ്പമാകും. എന്നാലും മലയാളികൾക്ക് ഒരു നടനെ നെഞ്ചിലേറ്റണമെങ്കിൽ ഭാഷ മാത്രം പോരാ, വേറെയും കുറേ കാര്യങ്ങൾ വേണം. ഏറ്റവും നല്ല ഉദാഹരണം പ്രകാശ് രാജാണ്.
എത്രയോ അന്യഭാഷ നടന്മാർ മലയാളത്തിൽ വന്നുപോയി. പക്ഷേ പ്രകാശ് രാജിന് ഒരു പ്രത്യേക സ്ഥാനം ഇവിടെ ഉണ്ട്. ഒരു സിനിമ ഹിറ്റായ ഒരു നടനെ ഇവിടെ തുടക്കം കിട്ടും എന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷേ സ്ഥിരമായി നിൽക്കണമെങ്കിൽ തുടർച്ചയായി നല്ല സിനിമകൾ വിജയിക്കണം, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കണം. അനന്തങ്കാട് ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയ ഉറപ്പാണ് ആര്യയെ തേടി മലയാളത്തിൽ നിന്ന് ഒരുപാട് റോളുകൾ വരും. ഈ സിനിമയിലെ വലിയ ക്യാൻവാസ്, മറ്റ് ഭാഷയിലെ താരങ്ങൾ, ഇതെല്ലാം ചിത്രത്തിന് ഒരു പാൻ സൗത്ത് ഇന്ത്യൻ ഫീൽ കൊടുക്കുന്നുണ്ട്. അതെന്തായാലും ആര്യയുടെ കരിയറിന് വലിയൊരു ബൂസ്റ്റ് തന്നെയാണ്. എന്തായാലും ഈ 3 സിനിമകൾ കാണാൻ പോകുന്നവർ കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാം. താങ്ക്